നമ്മൾ എല്ലാം തുറന്നു നോക്കുമ്പോൾ ചെങ്ങന്നൂരേക്ക് പോകാൻ കയറാണ്. അപ്പോൾ സാധനം എല്ലാം പാക്കിങ് പരിപാടിയെല്ലാം ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ രാവിലെ തന്നെ പാലയോട് നിന്ന് നമ്മളെ സ്ഥിരം ഷോപ്പിൽ നിന്ന് അനുപാട്ടം വിളിച്ചിന് സാധനം കഴിഞ്ഞിട്ട്. അപ്പോൾ ഓരോ ഓട്ടത്തിന് ആടെ സാധനം കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നോക്കാതെ അങ്ങനെ CP സ്റ്റോർ എത്തിയിട്ടുണ്ട്. സാധനം വേഗം ഇറക്കി വെക്കട്ടെ. ഓരോ സാധനം ഇതാക്കിയിട്ട് പാക്കാക്കിയിട്ട് കട്ടാൻ വേണ്ടി പോകുന്നു. ഇത് എറണാകുളത്തേക്കുള്ള കട്ടാണ്. 5 പാക്കറ്റാണ്. ഇതിങ്ങനെയാക്കി ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കാക്കിലോൻ്റെ കട്ടാക്കി അതിന് പുറത്തൊരു വലിയ സഞ്ചി ഇട്ടു. ഇനി ഇതിൻ്റെ പുറമെ പേപ്പർ കവർ ഇട്ട് അതിനും പുറമെ ബാഗിലെടുത്തിട്ടാണ് പോകേണ്ടത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ ചേനയിലുള്ള സീനേച്ചി ആദ്യം ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടി ഇതിൻ്റെ ഇടക്ക് കൂട്ടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് പോകുന്നതിനിടക്ക് കുറച്ച് സീനേച്ചിക്ക് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പെരുമാച്ചേരി നമ്മളെ പൊയ്യൂർ റോഡിന് ഒരു ഷോപ്പിലും കൊടുക്കാനുണ്ട്. അതുകൂടെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പം ഇത് കൊച്ചിക്ക് കൊടുക്കേണ്ടതാണ്. ഫ്ലെമി എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലുള്ളൊരു കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. ഇത് പിന്നെ ഇത് ബാഗിലാക്കിയിട്ട് എടുക്കാം. എന്നാൽ എൻ്റെ കുറച്ച് ചാർജർ അത് ഇതെല്ലാം ബാഗിലും വെക്കാം. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. മതി അപ്പം പോട്ടെ. അപ്പം എവിടെ പോന്ന് സാധനം കൊണ്ട് കൊടുക്കാൻ എടാ അങ്ങ് കുറേ ഏച്ചിമാർക്ക് അമ്പച്ചൻ എന്താ കൊണ്ടുവന്നേ മലേഷ്യ പോയിട്ട് വരുമ്പോൾ? അപ്പം കൊണ്ടുവന്നേ. അപ്പം മാറ്റട്ടെ. അപ്പം ചെങ്ങന്നൂർ പോയി. അപ്പോൾ വേഗം മാറ്റാം. അപ്പോൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കാണ്ട് ചോറെല്ലാം എടുക്കുന്നുണ്ട് പൊതിഞ്ഞിട്ട് ട്രെയിനിൽ നിന്നാൻ വേണ്ടിയിട്ട്. കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാണ്ട് ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യാണ്ട്. അപ്പോൾ 4:55 ട്രെയിൻ. മാക്സിമം സ്പീഡിൽ ഇടുന്ന് ഇറങ്ങിയാൽ അവിടെ നിന്ന് ഓടണ്ടല്ലോ, ചാക്കെല്ലാം എടുത്തിട്ട് പോകണ്ടേ അല്ലേ. ഒരു ഉമ്മ തരാം. ഒരു ഉമ്മ അതിലോട്ട് വരാം. ഈടുന്ന് ആ പുറത്തേക്ക് ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് നോക്കിക്കല്ലേ. കൊള്ളട്ട് കാല് അപ്പോൾ 3 ചാക്കിലും ബാഗിലുമായിട്ട് സാധനങ്ങളെല്ലാം നിറച്ചിട്ടുണ്ട്. ബാക്കിലും ഇത് പോകുന്ന വഴിക്ക് ഇറക്കേണ്ടതാണ്. അപ്പോൾ പോയിട്ട് വരാം ചേട്ടാ. അപ്പോൾ ഞാനും കണ്ണനും കൂടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിന്ന്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചാക്കെല്ലാം എടുത്തിട്ട് ട്രെയിൻ കയറി തരാൻ വേണ്ടിയിട്ടാണ് കണ്ണറൊക്കെ പിടിക്കില്ലേ. അവിടെ നിന്ന് കൃത്യമായിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരണം കേട്ടാ. അപ്പോൾ നമ്മളിവിടുന്ന് പോയിന്ന് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നേരെ ചങ്ങനാശ്ശേരിക്കാണ് പോവുക. ചങ്ങനാശ്ശേരിയല്ല, ചെങ്ങന്നൂർ. സോറി മാറിപ്പോയി. നേരെ ചെങ്ങന്നൂരേക്കാണ് പോവുക. ചെങ്ങന്നൂരിൽ നിന്ന് അവിടുന്ന് തിരിച്ചിട്ട് നേരെ എറണാകുളത്ത് നിന്ന് ദൂ പറയുന്നുണ്ട്. എന്നാ ചേട്ടാ ചങ്ങനെല്ലാം പിടിച്ചേ. അപ്പോൾ ചെങ്ങന്നൂരേക്കാണ് നേരെ പോകുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരും. എറണാകുളത്ത് സാധനം കൊടുത്ത് നേരെ തിരിച്ച് കണ്ണൂരേക്കുള്ള ട്രെയിൻ വരുമ്പോൾ ഇരിങ്ങാലക്കുട ബിന്ദുവച്ചിക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇരിങ്ങാലക്കുട സാധനം കൊടുത്ത് നേരെ കണ്ണൂരേക്ക് വരിക. അപ്പോൾ ഇതൊരു മുഴുവൻ വ്ളോഗ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, ഞാൻ പോകുന്നതും വരുന്നതെല്ലാം. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. കണ്ണനാണ് ഓൾറെഡി കാസർഗോഡ് കൊണ്ട് കൊടുത്തത്. ട്രെയിനിൽ മാറി കയറിയിട്ട് മരണപ്പം അവിടെയാണ്. ഞാൻ ട്രെയിനിലുള്ളവരെ വിളിക്കുന്നത് ആ വീഡിയോ അല്ലേ അയച്ചു തരണേ. അതൊരു വീഡിയോ ഇടാനുണ്ട്. അപ്പോൾ ഓക്കെ, പോയിട്ട് വരാം. യാത്ര തുടങ്ങുന്നു. അപ്പോൾ അമ്മേനോട് കൂടി ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോവാം. സ്റ്റാർട്ടിങ്ങിൽ പോകുന്നില്ല, അമ്മയുടെ ബാങ്കിലാണുള്ളത്. സിന്ധേച്ചി മാനേജർ. ഞാൻ പോയിട്ടേ എല്ലാവരും ഉണ്ട്. പ്രിയതേച്ചി ഉണ്ട്. ഹായ്, ഇത് നമ്മളെ സ്വന്തം രാധാകൃഷ്ണേട്ടൻ. പോയിട്ട് വരട്ടെ. പോയിട്ട് വേണ്ടിയാണ് 2 ദിവസം കഴിഞ്ഞിട്ട്. നിങ്ങളോട് തന്നെ വീഡിയോ എടുക്കുന്നതാണ്. അല്ല ഓക്കെ ബൈ. പൊയ്യൂരോടുള്ള ഷോപ്പ്. സീനച്ചി ഇന്നലെയല്ലേ വാങ്ങിയേ? ഇന്ന് ആദ്യം വാങ്ങിയിട്ടുണ്ട് 2 ദിവസം. അല്ല സെയിം ദിവസമാണെന്ന് വിചാരിക്കും അവള് വീഡിയോ കാണി. എത്ര പ്രാവശ്യം മേടിക്കുന്ന നല്ലോണം സെയിലാവുന്നുണ്ടല്ലോ. അതെ, നല്ല അഭിപ്രായമാണ്. നല്ലൊരു അഭിപ്രായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് ആളെടുക്കാൻ മേടിക്കുന്നുണ്ടല്ലേ.
അപ്പോൾ അത് കേൾക്കുമ്പോൾ പറയാം ഞാനിത് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പിന്നെ ഡൗട്ടോടെ ഇങ്ങനെ നടക്കുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടാവും. സീനേച്ചിൻ്റെ അച്ചാറും കാര്യങ്ങളുണ്ട്. അച്ചാറിലെല്ലാം നമ്മളെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അച്ചാറ് കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് തിരക്കാണ്. അടുത്ത വീഡിയോയിനകത്ത് ഞാനെല്ലാം കാണിക്കാം. അപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ ശരി. സാധനവും കൊടുത്തിട്ട് ചേലേരി കണ്ണാടിപ്പറമ്പ് എന്നൊക്കെ പറയാം. സാധനവും കൊടുത്തിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പുല്ലൂപ്പിക്കടവ് വഴിയാണ് പോകുന്നത്. പുല്ലൂപ്പിക്കടവ് പാർക്കും കാര്യങ്ങളും എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഒരുപാട് നല്ല നല്ല പാർക്കുകളും റോഡും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ വന്നതാണ് പുല്ലൂപ്പി. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഡോറിനായിട്ട് ഇറങ്ങിക്കോളാം. കണ്ണനയുടെ നിൽക്കുന്നുണ്ട് സാധനം എടുക്കും. ഞാൻ വണ്ടി അപ്പുറം കൊണ്ടുവച്ചിട്ടുണ്ട്. ഫുൾ ബ്ലോക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ളാണ്. വണ്ടിയൊക്കെ കയറി സ്ഥലമില്ല. സ്റ്റേഡിയത്തിൻ്റെ ഇടയിൽ രാവിലെ വെച്ചിട്ടാണ് പോക്ക് ഞാൻ പൊതുവെ ട്രെയിനിന് പോകുമ്പോൾ. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഉണ്ട്. പക്ഷേങ്കിൽ അതെല്ലാം ഫുള്ളാണ്. നമുക്ക് ഇവിടെ വരുന്നത് റെയിൽവേൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. വണ്ടി ഇങ്ങനെ നമുക്കിങ്ങനെ അട്ടി വെച്ചിട്ട് കയറ്റാൻ പറ്റുന്നില്ല. ഇങ്ങനെ 1, 2, 3 വട്ടം ഇങ്ങനെ അട്ടി പുറത്തെല്ലാം കാണുന്നത് അങ്ങനത്തെയാണെന്നാണ് വരുന്നത് തോന്നുന്നത്. പെയ്ഡ് ആയിരിക്കും ചിലപ്പോൾ, റെയിൽവേൻ്റെ ആവണമെന്നില്ല, പ്രൈവറ്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അന്നേരം നമുക്കിപ്പോൾ ഒരു പൈസ കൊടുത്താലും സാരമില്ല, വണ്ടി സേഫായിട്ട് നമുക്ക് വെച്ചിട്ട് പോകാമല്ലോ. ഇങ്ങനെ ട്രെയിനെല്ലാം പോകേണ്ട അത്യാവശ്യമുള്ളവർക്ക്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടാക്കാന്ന് പറഞ്ഞു വണ്ടി ഇങ്ങനെ അട്ടി വെക്കാൻ പറ്റുന്നത്. പ്രൈവറ്റ് ആയിരിക്കും എന്തായാലും നമുക്ക് അറിയില്ല കറക്റ്റ്. അപ്പോൾ ഇവിടെയെല്ലാം ഇങ്ങനെ വണ്ടി വെച്ചിട്ടാണ് ട്രെയിനിന് പോകേണ്ട ഒരു പോക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡ് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ഇടുകയും ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ വെക്കാനാണ്. ഉള്ളിലാണെങ്കിൽ അത്രയൊക്കെ വെക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റേഡിയമാണ്, നമ്മളെ കണ്ണൂർ സ്റ്റേഡിയമാണിത്. വൈകുന്നേരമാകുമ്പോൾ ആൾക്കാരിലുണ്ടാവും കളിക്കാനിതെല്ലാം. ആ വണ്ടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അയ്യോ ഇത് നല്ല കനവുണ്ടല്ലോ. ബാഗിലുണ്ട് സാധനം, ചാക്കിലുണ്ട് സാധനം. അമ്മേ കണ്ണന് കഷ്ടപ്പെടാൻ പോയി. കുറച്ച് ഇഷ്ടപ്പെട്ടാലേ പരിപാടികൾ നടക്കൂ. നമ്മളത് 3-ാണ്. അങ്ങനെ വേണ്ട ഷോ ഇതിലൊക്കെ കയറ്റി. ആ വെള്ളം നിലത്ത് വെള്ളം വെക്കണേ, പൊട്ടിപ്പോലെ വെള്ളം വെക്കണേ, പൊട്ടിച്ചല്ലേ. വെള്ളം തളർന്നു. നമ്മളെ സീറ്റ് എന്ന് പറയുന്നത് S5-ലാണ്. ഒരു വണ്ടി റിവേഴ്സ് വരുന്ന റിവേഴ്സ് എറണാകുളം വരെ ഇങ്ങനെ റിവേഴ്സിലായാലും പോവാം. ഹായ്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്നാ കൊണ്ടുപോകുന്നത് കഞ്ചാവാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോലീസ് വന്നിട്ടുണ്ട്. 3 ചാക്ക് മാത്രമല്ല, ഒരു ബാഗും ഉണ്ട്. അത് തൊട്ടാലില്ലേ എരിയും. മറ്റേ തൊട്ടാ പൊള്ളുന്നില്ല പറയാ, തൊട്ടാ എരിയും. നമ്മളത് എല്ലാം തുറന്നു നോക്കുവാമോ? അവല് പോയേക്കാൻ വേണ്ടിട്ട് സാധനം പോയി. അവല് പോയിക്കാനല്ല, മിക്സർ, ചിപ്സ്, കേക്ക്, ഇതിലോട് അങ്ങോളം തിന്നു. ഇത് ചിപ്സ് അല്ല, ഇത് പറക്കിപ്പൊടി. അധികം എടുത്തെടുക്കണ്ട കേട്ടാ, പുകയും വയ്യ. കണ്ണം തലയിലെല്ലാം വെച്ചിട്ട് എടുത്തിട്ട് മറ്റേ ആട് സിനിമയില് ചാക്ക് മാറിപ്പോ നിനക്ക കമ്മട്ടം മാറിപ്പോയ കുഴപ്പമൊന്നുമില്ല അല്ല. എന്നെ വിളിച്ചാ പോരെ. ഞാനവിടെ വരാം. നമ്മളെ ട്രെയിൻ വരുന്നുണ്ട്. അത് നോക്കിയിരിക്കാം. വയ്യ എടുത്തു നോക്കാം. ഒരച്ചാച്ചന് ഇരുന്നിട്ടുണ്ടാടാ, ഒരച്ചാച്ചന് ഇരുന്നിട്ടുണ്ട്. വയ്യ എടുത്തു നോക്കാം, പ്രശ്നമില്ല. കണ്ണം നോക്കി പോണേ. ഒത്തസിന് കണ്ണം നോക്കിയിട്ടാവണ്ടേ. നീ നോക്കാണ്ട് പോട്ടെ, നീ നോക്കണമെന്നില്ല. നീ ചെറിയ ചാക്ക എടുത്ത് ഓടിയിട്ടേ വലിയ ചാക്ക എന്റെ തലയിൽ വെച്ചല്ലേ ഒന്ന് കാണാൻ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വന്ന എന്റെ തലയിൽ. ഞാൻ ഈ 3 ചാക്ക് ഒറ്റക്കല്ലടാ കൈകാര്യം ചെയ്യേണ്ട. ആടി ഇറങ്ങിയിട്ട് എന്താ അവസ്ഥ? നീ ഇവന്റെ കൂടെ കൂടിയിട്ട് നീ കണ്ണ അമ്മേ. എന്നാ ഞാൻ ചെങ്ങന്നൂർ വരെ പോയി വരാം. ആദ്യത്തെ ഡെലിവറിയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്ന് പറയും. ഓക്കെ, താങ്ക് യു. ചോദിച്ചിട്ട് വാങ്ങുക. അങ്ങനെ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടൈമുണ്ട്. ചോറ് തിന്നിട്ടില്ല.
എനക്കാണെങ്കിൽ സൈഡ് സീറ്റാന്ന് കിട്ടിയത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ സീറ്റ് ഇല്ല, പകുതി സീറ്റാണ്, അര സീറ്റാണ്. അപ്പോൾ RAC ആണ്, RAC. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാനൊന്നും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ കൃത്യം പുലർച്ചെ 1:30 ചെങ്ങന്നൂർ വണ്ടി ഇറങ്ങി. അങ്ങനെ സാധനമെല്ലാം എടുത്ത് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതിനുള്ളിൽ വെയിറ്റിംഗ് റൂം. അവിടത്തേക്ക് പോയി സാധനമെല്ലാം അവിടെ വെച്ചു. നല്ല വിശാലമായ ഇരിക്കാനും കിടക്കാനും ഒക്കെ സൗകര്യമുള്ള വളരെ വൃത്തിയുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ ആണ് ചെങ്ങന്നൂർ സ്റ്റേഷനിലുള്ളത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാം എന്തെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തൊന്നും ഞാൻ അങ്ങനെ ഇരുന്നു. ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത, എല്ലാവരും ബാഗിൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്. അത് ഇവിടെ വിരിച്ചിട്ട് അവരെല്ലാവരും നിലത്ത് കിടന്നിട്ട് ബാഗ് തലക്കുത്ത് വെച്ചിട്ടുള്ളത്. ഉറങ്ങിയാൽ ഉറങ്ങിപ്പോവാൻ വെച്ചിട്ട് ഞാനിങ്ങനെ ഉറങ്ങാണ്ട് നിന്ന്. ബാക്കി വിശേഷം നാളെ പറയാം. ഞാൻ കുറച്ച് ഉറങ്ങട്ടെ.